നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വരെ സ്വാധീനിച്ചേക്കാമെന്ന്? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണവും നമ്മുടെ മനസ്സും തമ്മിലുള്ള ആ അദൃശ്യമായ ബന്ധത്തെക്കുറിച്ചാണ്. നമ്മുടെ സന്തോഷത്തിലേക്കും ആരോഗ്യത്തിലേക്കുമുള്ള ഒരു താക്കോൽ ഒരുപക്ഷെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാവാം. ഈയൊരു യാത്രയിൽ നമുക്ക് വഴികാട്ടിയാവുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ പരിവാർമയം സുസംസ്കാർ ഹേതു ബലിവൈഷ്ണവ് എന്ന ഹിന്ദി പുസ്തകത്തിലെ അറിവുകളാണ്. ആ പുസ്തകത്തിലെ ജ്ഞാനത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വിഷയം നമുക്ക് 6 ഭാഗങ്ങളായിട്ടൊന്ന് നോക്കാം. ആദ്യം ഭക്ഷണത്തിന്റെ ഒരു അടിസ്ഥാന സത്യത്തിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള വളരെ ലളിതമായൊരു പ്രവൃത്തിയിലേക്ക് നമ്മളെത്തും. എന്താണെന്ന് നോക്കാം. നോക്കൂ, ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? എന്നാൽ പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത് അതവിടെ തീരുന്നില്ല. അതിനപ്പുറം വളരെ ആഴത്തിലുള്ള ഒരു തലമുണ്ടെന്നാണ്. ശരിക്കും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ സൂക്ഷ്മമായ അംശം അത് നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയുമാണ് നേരിട്ട് രൂപപ്പെടുത്തുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടുതന്നെയാണ് വൈദിക പാരമ്പര്യത്തിൽ ഭക്ഷണത്തെ വെറുമൊരു വസ്തുവായി കാണാത്തത്. അന്നം ബ്രഹ്മമാണ്, അതായത് അന്നബ്രഹ്മം എന്നൊരു സങ്കല്പം തന്നെയുണ്ട്. ഭക്ഷണത്തെ ഈശ്വരന്റെ ഒരു രൂപമായി തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ശരി, ഭക്ഷണം നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്: നമുക്ക് കാണാനോ രുചിച്ചറിയാനോ കഴിയാത്ത ചില അശുദ്ധികൾ ആ ഭക്ഷണത്തിൽ കലർന്നാലോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ അശുദ്ധിയെന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ അഴുക്കോ പൊടിയോ ഒന്നുമല്ല. മറിച്ച് ആ ഭക്ഷണം എവിടുന്ന് വരുന്നു, ആരാണത് പാകം ചെയ്യുന്നത്, അവരുടെ ചിന്തകൾ, അവരുടെ മാനസികാവസ്ഥ, ഇതെല്ലാം ആ ഭക്ഷണത്തിലേക്കൊരു ഊർജ്ജമായി പകർത്തപ്പെടും. അതാണ് ഏറ്റവും ആഴത്തിലുള്ള, കാണാൻ കഴിയാത്ത മാലിന്യം. ഇത് മനസ്സിലാക്കാൻ ഒരു കഥ നോക്കാം. ഒരുപാട് വർഷങ്ങളായി ധ്യാനവും മറ്റ് ആത്മീയ കാര്യങ്ങളുമായി മുന്നോട്ടു പോയിരുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സമൂഹസദ്യയിൽ പങ്കെടുത്തതിനു ശേഷം വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ആ സദ്യ നടത്തിയത് അത്യാഗ്രഹം മൂലം സ്വന്തം മകളെ വിറ്റവരായിരുന്നു. അതിന്റെ പ്രായശ്ചിത്തമായിരുന്നു ആ സദ്യ. അപ്പോൾ ആ വേദനയും പാപബോധവുമെല്ലാം ആ ഭക്ഷണത്തിൽ കലർന്നിരുന്നു. അത് കഴിച്ച ആ ധ്യാനിയുടെ മനസ്സിലേക്കും അറിയാതെ ആ നെഗറ്റീവ് എനർജി കയറിപ്പറ്റി. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ട്. ജയിലിലായിരുന്ന ആനന്ദ് സ്വാമിയുടെ മകന്റെ കഥ. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ഈ മാനസിക സംഘർഷങ്ങളുടെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിരുന്നത് സ്വന്തം അമ്മയെ കൊന്ന കേസിലെ ഒരു പ്രതിയായിരുന്നു. ആ പാചകക്കാരന്റെ മനസ്സിലെ ആ ക്രൂരമായ ചിന്തകൾ, ആ ഓർമ്മകൾ അയാൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിലൂടെ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പകരുകയായിരുന്നു. അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങനെയൊക്കെ മലിനമാകാമെങ്കിൽ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. നമ്മുടെ പൂർവികരുടെ ജ്ഞാനം വളരെ ലളിതവും എന്നാൽ ശക്തവുമായൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ബലിവൈശ്വയജ്ഞം. നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണത്തെ പവിത്രമായ പ്രസാദമാക്കി മാറ്റുന്ന വളരെ ചെറിയ, വീട്ടിൽ ചെയ്യാവുന്ന ഒരു യജ്ഞം. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏതടുക്കളയിലും നമുക്കിത് ചെയ്യാം. വെറും 5 സ്റ്റെപ്പുകളേ ഉള്ളൂ. നമ്മൾ പാകം ചെയ്ത ഉപ്പും മുളകും അധികം ചേർക്കാത്ത ഭക്ഷണം, അതായത് ചപ്പാത്തിയോ ചോറോ, അതിൽ നിന്നൊരു ചെറിയ ഭാഗമെടുക്കുക. അതിൽ കുറച്ച് നെയ്യും മധുരവും ചേർത്ത് ഒരു ചെറിയ അഗ്നിയിലേക്ക് 5 ഉരുളകളായി സമർപ്പിക്കുക. ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ടിത് ചെയ്യാം. അതിനുശേഷം ബാക്കി വരുന്ന ഭക്ഷണം വീട്ടിലുള്ള എല്ലാവരുമായി പങ്കുവെച്ച് കഴിക്കാം. കണ്ടില്ലേ, എത്ര സിമ്പിളാണ്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഇത് ശരിവെക്കുന്നുണ്ട്. യജ്ഞത്തിന്റെ ബാക്കി കഴിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു, പക്ഷേ തനിക്കുവേണ്ടി മാത്രം പാചകം ചെയ്യുന്നവൻ പാപമാണ് കഴിക്കുന്നത് എന്ന്. അതായത് നമുക്ക് കിട്ടുന്നത് ആദ്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുക, അതിനുശേഷം മാത്രം സ്വീകരിക്കുക എന്ന ആ വലിയ തത്വമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. അപ്പോ ഇതൊരു വെറും ചടങ്ങല്ല, ഇതിന് ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ പ്രവൃത്തിയിലൂടെ നമ്മൾ 5 വലിയ കടമകളാണ് പ്രതീകാത്മകമായി നിറവേറ്റുന്നത്. ഈ 5 സമർപ്പണങ്ങൾ, അതായത് പഞ്ചമഹായജ്ഞങ്ങൾ, അത് സ്രഷ്ടാവിനും പ്രകൃതിശക്തികൾക്കും ഗുരുക്കന്മാർക്കും സഹജീവികൾക്കും പിന്നെ മറ്റ് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇത് പ്രപഞ്ചത്തിലെ സകലതിനോടും നമുക്കൊരു നന്ദിയും കടപ്പാടും ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുവോ? ഇതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? ഇതിനും ചില അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രാജ് കുവർബ എന്നൊരു സ്ത്രീ, ഭർത്താവിന്റെ കടുത്ത മദ്യപാനം കൊണ്ട് ഒരുപാട് വിഷമിച്ചിരുന്ന ഒരാളായിരുന്നു അവർ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവുമുണ്ടായില്ല. അപ്പോഴാണ് അവർക്ക് ഈ ബലിവൈശ്വ യജ്ഞത്തെക്കുറിച്ചൊരറിവ് കിട്ടുന്നത്. അവര് ദിവസവും ഈ യജ്ഞം ചെയ്യാൻ തുടങ്ങി. ആ ശുദ്ധീകരിച്ച ഭക്ഷണം ഭർത്താവിന് നൽകി. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, വെറും 6 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ മദ്യപാനം
പൂർണ്ണമായും നിന്നു. അദ്ദേഹം അവരോടൊപ്പം ആത്മീയ കാര്യങ്ങളിലും സേവനത്തിലും പങ്കുചേരാൻ തുടങ്ങി. ആകെ വരുത്തിയ ഒരേയൊരു മാറ്റം ഈ സംസ്കാരിത ഭക്ഷണം മാത്രമായിരുന്നു. ഇനി വേറൊരു ഉദാഹരണം നോക്കൂ. 75 പേരുള്ള ഒരു വലിയ കൂട്ടുകുടുംബം. ഒരു പ്രശ്നവുമില്ലാതെ പതിറ്റാണ്ടുകളായി അവർ ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുന്നു. അതിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ ആ കുടുംബത്തിന്റെ കാരണവർ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്. അവരുടെ വീട്ടിൽ എന്നും രാവിലെ മുടങ്ങാതെ നടക്കുന്ന ബലിവൈശ്വര്യയജ്ഞം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠമെന്താണ്? അത് നമ്മുടെ കാഴ്ചപ്പാടിൽ വരേണ്ട ഒരു മാറ്റമാണ്. എനിക്ക് വേണ്ടി, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ന ചിന്തയിൽ നിന്ന് മാറി എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കലിന്റെ സന്തോഷത്തിലേക്ക് നമ്മൾ ഉയരണം. യഥാർത്ഥ സന്തോഷമെന്നത് സ്വന്തമാക്കുന്നതിലല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നതിലും പങ്കുവെക്കുന്നതിലുമാണ് എന്ന വലിയ സത്യമാണ് ഈ ചെറിയ അനുഷ്ഠാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ പുസ്തകത്തിലെ അറിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഈ ചിന്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം: ഇന്ന് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? അതൊരു പക്ഷേ ഭക്ഷണമാകാം, അല്ലെങ്കിൽ ഒരു നല്ല വാക്കാകാം. ചിന്തിച്ചു നോക്കൂ.